ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. രാമകഥ രസവാഹിനി ഭാഗം 25, അധ്യായം 25, സേതുബന്ധനം. പ്രശ്നോത്തരിയും തത്വങ്ങളും. പ്രശ്നോത്തരി: സമുദ്രം തരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് രാമൻ ചോദിച്ചപ്പോൾ വിഭീഷണൻ എന്തു പറഞ്ഞു? രാമന്റെ പൂർവികരായ സഗരനും സഗരപുത്രരുമാണ് സമുദ്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണം. അതിനാൽ സമുദ്രം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. സാഗരം കടക്കണമെന്നങ്ങ് തീരുമാനിച്ചാൽ മതി. ദൂതൻ വശം രാവണന് രാമൻ നൽകിയ സന്ദേശം എന്താണ്? സ്വന്തം വംശത്തിൻ്റെ ഭാവി നശിപ്പിക്കരുത്. രാമനെ ശരണം പ്രാപിക്കൂ. രാമൻ മാപ്പ് നൽകും. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാക്ഷസവംശത്തെ ഇല്ലായ്മ ചെയ്യരുത്. ആരായിരുന്നു രാവണന്റെ ദൂതനായി വന്നത്? ശുകൻ എന്ന രാക്ഷസൻ. വാനരസേനയെപ്പറ്റി ശുകൻ എന്താണ് പറഞ്ഞത്? അതികായന്മാരും വീരശൂര പരാക്രമികളും രാമനാമ ജപം കൊണ്ട് ശക്തരുമാണവർ. അവരെ നയിക്കുവാൻ ശ്രീരാമനുമുണ്ട്. രാവണൻ പുറത്താക്കിയ ശുകൻ എന്തു ചെയ്തു? രാമന്റെ പാളയത്തിൽ അഭയം പ്രാപിച്ചു. സമുദ്രലംഘനത്തിന് അനുവദിക്കാത്ത സമുദ്രത്തോട് രാമൻ പ്രതികരിച്ചതെങ്ങനെ? ഔദ്ധത്യം ഉള്ളവർ ദയ അർഹിക്കുന്നില്ല. സമുദ്രത്തിനെ ലക്ഷ്യമാക്കി ഒരു ബാണം തൊടുത്തു. ബാണം അയക്കുന്നതിന് മുൻപ് കേട്ട അശരീരി എന്തായിരുന്നു? നളൻ, നീലൻ എന്ന സേനാനായകന്മാർക്ക് മുൻപ് ഒരു മഹർഷി നൽകിയ ശാപം ഇപ്പോൾ അനുഗ്രഹമായി. അത് പ്രയോജനപ്പെടുത്തിയാലും. നളനും നീലനും ശാപം ലഭിച്ചത് എന്തുകൊണ്ട്? ശാപം എന്തായിരുന്നു? ധ്യാനനിരതരായിരിക്കുന്ന മഹർഷിമാർ പൂജിച്ചിരുന്ന സാളഗ്രാമങ്ങൾ അവർ നദീജലത്തിൽ എറിയുമായിരുന്നു. അത് കണ്ട് രോഷാകുലരായ മഹർഷിമാർ ഇങ്ങനെ ശപിച്ചു: നിങ്ങൾ വെള്ളത്തിലെറിയുന്ന ഒരു വസ്തുവും താഴ്ന്നു പോകാതെ പൊങ്ങിക്കിടക്കുകയും എവിടെ എറിഞ്ഞുവോ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യട്ടെ. രാമൻ വില്ലിൽ തൊടുക്കുന്ന അസ്ത്രം അയച്ച സ്ഥലം ഏതായിരുന്നു? എന്തായി തീർന്നു? ഒരു മണലാരണ്യമായി തീർന്നു. സമുദ്രത്തിലിടുന്ന പാറക്കല്ലുകളിൽ എന്താണ് മുദ്രണം ചെയ്തത്? എത്ര ദിവസം കൊണ്ടാണ് 100 യോജന നീളമുള്ള പാലം നിർമ്മിച്ചത്? ഓരോ കല്ലിലും കുന്നിലും രാമനാമം മുദ്രണം ചെയ്തു. അത് 5 ദിവസം കൊണ്ട് പാലം പണിതീർത്തു. ഹനുമാൻ തെക്ക് നിന്നും വഹിച്ചുകൊണ്ടുവന്ന കുന്ന് എവിടെ വെച്ചു? കുന്നിൻ്റെ വിലാപം എന്തായിരുന്നു? വൃന്ദാവനത്തിൽ വെച്ചു. രാമനെ സേവിക്കുവാനുള്ള അവസരം കിട്ടിയില്ലെന്ന് കുന്ന് വിലപിച്ചു. കുന്നിൻ്റെ വിലാപം അറിയിച്ച ഹനുമാനോട് രാമൻ എന്താണ് നിർദ്ദേശിച്ചത്? വേഗത്തിൽ ആ കുന്നിൻ്റെ സമീപം പോയി അതിനെ ആശ്വസിപ്പിക്കുക. ദ്വാപരയുഗത്തിൽ ഞാൻ ആ കുന്നിനെ എൻ്റെ വിരലിൽ ഉയർത്തി 7 പകലും 7 രാവും നിൽക്കുമെന്ന് പറയുക. പിറ്റേ ദിവസം ലങ്കയിലേക്ക് പോകുന്നതിന് മുൻപ് രാമൻ എന്തു ചെയ്യണമെന്നാണ് വിഭീഷണൻ ഉപദേശിച്ചത്? രാവണൻ ശിവഭക്തനായതിനാൽ ലങ്കയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഈ സേതു തുടങ്ങുന്ന സ്ഥലത്ത് രാമൻ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം. അത് രാമേശ്വരലിംഗം എന്ന പേരിൽ കാലാകാലങ്ങളോളം മനുഷ്യരിൽ അനുഗ്രഹം വർഷിക്കും. എങ്ങനെയാണ് ലിംഗം പ്രതിഷ്ഠിച്ചത്? ഹനുമാൻ കൊണ്ടുവന്ന വിശേഷപ്പെട്ട ലിംഗത്തെ രാമൻ ആചാരപൂർവം സമുദ്രജലം കൊണ്ട് അഭിഷേകം ചെയ്തു. ലക്ഷ്മണന്റെയും സുഗ്രീവന്റെയും സഹായത്തോടുകൂടി രാമൻ ലിംഗം പ്രതിഷ്ഠിച്ചു. രാമനും കൂട്ടരും ലങ്കയിൽ പ്രവേശിച്ചത് എങ്ങനെ? ലങ്കയെ തൊടുന്ന പാലത്തിൻ്റെ അറ്റത്ത് വാനരന്മാരൊരു താവളം ഒരുക്കിയിരുന്നു. പാലത്തിലൂടെ നടന്ന് അവിടെ എത്തിയ രാമൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ, വിഭീഷണൻ എന്നിവർ വളരെ വേഗം തന്നെ ലങ്കയുടെ പ്രധാന കോട്ടവാതിൽക്കൽ എത്തി. രാവണന്റെ 10 കണ്ഠങ്ങളിൽ കൂടി സംസാരിച്ചാൽ എന്തുണ്ടാകുമെന്നാണ് ശപിച്ചിരുന്നത്. അത് അശുഭലക്ഷണമാണെന്നും രാവണന്റെ അവസാനകാലം ആസന്നമാകുമെന്നും ഉള്ള ശാപം ലഭിച്ചിരുന്നു. മണ്ഡോദരി രാവണന് നൽകിയ ഉപദേശം എന്ത്? മിന്നാമിനിങ്ങിന് സൂര്യനെ തോൽപ്പിക്കാനാവില്ല. അങ്ങേക്ക് രാമനെ തോൽപ്പിക്കാൻ കഴിയില്ല. ക്രോധം ഉപേക്ഷിക്കുക. സീതയെ രാമന് നൽകുക. സ്വപുത്രനെ രാജാവാക്കിയിട്ട് നമുക്ക് വാനപ്രസ്ഥം സ്വീകരിക്കാം.
രാവണൻ തൻ്റെ വാക്ക് തള്ളിക്കളഞ്ഞപ്പോൾ മണ്ഡോദരി എന്ത് മനസ്സിലാക്കി? ദുരഭിമാനികൾ സതുപദേശം കേൾക്കുകയില്ല. ജ്വരബാധിതർക്ക് മധുരഫലം കയ്പായി തോന്നും. അഹന്തയുടെ വിഷജ്വരം ബാധിച്ച രാവണൻ സതുപദേശങ്ങൾ കേൾക്കുകയില്ല. രാവണപുത്രനായ പ്രഹസ്തൻ രാവണനോട് എന്തു പറഞ്ഞു? സീതയെ രാമന് നൽകി മാപ്പിന് അപേക്ഷിച്ച് രാക്ഷസകുലത്തെ രക്ഷിക്കുക. രാമനും ലക്ഷ്മണനും വേണ്ടി വാനരന്മാർ താവളമൊരുക്കിയത് എവിടെയാണ്? സുബേല മലയിൽ. ചന്ദ്രനിൽ കറുത്ത പാട് ഹനുമാൻ കാണാതിരുന്നത് എന്തുകൊണ്ട്? ചന്ദ്രനിൽ തൻ്റെ പ്രതിബിംബം കണ്ടതിനാൽ കറുത്ത പാടോ കളങ്കമോ കാണാൻ കഴിയില്ല. ചന്ദ്രനിൽ രാമന്റെ പ്രതിബിംബം കണ്ടതിനാൽ കറുത്ത പാടോ കളങ്കമോ കാണാൻ കഴിഞ്ഞില്ല. രാവണന്റെ സമീപത്ത് ആരെയാണ് ദൂതനായി അയച്ചത്? ബാലിയുടെ പുത്രനായ അംഗദനെ. രാവണനെ കണ്ട അംഗദൻ എന്താണ് തോന്നിയത്? കറുത്ത നിറത്തിൽ ധാരണാശക്തിയുള്ള സചേതനമായ ഒരു പർവ്വതം പോലെ തോന്നി. കൂറ്റൻ വൃക്ഷത്തിൻ്റെ ശാഖകളെ പോലെ രാവണന്റെ കൈകൾ എന്ന് തോന്നി. രാമന്റെ ദൂത് എന്തായിരുന്നു? സർവലോക മാതാവായ ജനകപുത്രിയെ താങ്കൾ തട്ടിക്കൊണ്ടുവന്നു. താങ്കളുടെ അഹന്തയും കാമവും ദുരാശയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞതൊക്കെ പോകട്ടെ. തൻ്റെ അധർമ്മത്തെ മനസ്സിലാക്കി ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാപ്പ് തരാം. ഒന്നുകിൽ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ താങ്കളുടെ സ്വന്തം ഗോത്രത്തെയും രാജ്യത്തെയും ഈ മണ്ണിൽ കുഴിച്ചു മൂടുകയായിരിക്കും ഫലം. അംഗദന്റെ കാലിൽ പിടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചവർ ആരൊക്കെയാണ്? മേഘനാഥൻ, ദേവാന്തകൻ, രാവണൻ. രാമന്റെ ശിരസ്സും അമ്പുകളും ജാലവിദ്യ ഉപയോഗിച്ച് തൻ്റെ മുന്നിലെത്തിക്കാൻ രാവണൻ ആരോടാണ് പറഞ്ഞത്? വിദ്യുജ്ജിഹ്വൻ എന്ന രാക്ഷസനോട്. രാമന്റെ ശിരസ്സുമായി രാവണൻ എവിടെ പോയി? അശോകവനികയിൽ സീതയുടെ സമീപത്തേക്ക്. രാമന്റെ ശിരസ് കണ്ട സീതയുടെ പ്രതികരണം എന്തായിരുന്നു? ഒരു നിമിഷം വ്യസനാക്രാന്തയായെങ്കിലും രാമനെ ആർക്കും സ്പർശിക്കാൻ കഴിയില്ലെന്ന സത്യം ഓർമ്മിപ്പിച്ച സീത ഇത്തരം നീചമായ ജാലവിദ്യ കൊണ്ടൊന്നും തന്നെ വഞ്ചിക്കാനാവുകയില്ലെന്ന് രാവണനോട് പറഞ്ഞു. സീതയെ ആശ്വസിപ്പിച്ചത് ആരാണ്? വിഭീഷണ പത്നിയായ സരമ. സരമ എന്താണ് പറഞ്ഞത്? രാവണൻ സൂത്രശാലിയും ചെയ്യുന്നതെല്ലാം ജാലവിദ്യയുമാണ്. രാമൻ വാനരസേനയോടുകൂടി നഗരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. തത്വസംഗ്രഹം. സേതുബന്ധനം. സമുദ്രത്തിന് സാഗരമെന്ന പേര് ലഭിച്ചത് ശ്രീരാമന്റെ പൂർവികനായ സാഗറിൽ നിന്നാണ്. അതിനാൽ സാഗരം ശ്രീരാമനെ സമുദ്രം കടക്കുവാൻ സഹായിക്കുമെന്ന് വിഭീഷണൻ പറയുന്നു. രാവണദൂതനായ ശുഗനെ വാനരന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷിച്ച് ഒരു കത്തുമായി ലക്ഷ്മണൻ മടക്കി അയക്കുന്നു. രാവണസഭയിലെത്തിയ ശുഗൻ വിഭീഷണന്റെ അഭിഷേകത്തെപ്പറ്റിയും വാനരന്മാരുടെ പരാക്രമത്തെപ്പറ്റിയും ശ്രീരാമനാമത്തിൻ്റെ ശക്തിയെപ്പറ്റിയും സേതുബന്ധനത്തിന് തയ്യാറാകുന്നതിനെപ്പറ്റിയും രാവണനോട് വാനരന്മാർക്കുള്ള വെറുപ്പിനെക്കുറിച്ചും രാമൻ്റെ പരാക്രമത്തെപ്പറ്റിയും വിശദമായി പറയുന്നു. ഈ വിവരങ്ങൾ കേട്ട രാവണന്റെ പ്രതികരണം അഹംഭാവവും പൊങ്ങച്ചവും കൊണ്ട് ഒരാൾ ബുദ്ധിഹീനനായി തീരുന്നു എന്ന് കാണിക്കുന്നു. വെറുപ്പും ദുരഭിമാനവും ഉപേക്ഷിച്ച് ശ്രീരാമനെ അഭയം പ്രാപിക്കുവാൻ ഉപദേശിച്ച ശുഗനെ രാവണൻ ചവിട്ടി പുറത്താക്കുന്നു. ശുഗൻ പ്രാണരക്ഷാർത്ഥം രാമന്റെ പാളയത്തിൽ അഭയം തേടി. ശ്രീരാമ സവിധത്തിലെത്തിയത് ശുഗന് രാമൻ അഭയം നൽകുന്നു. സമുദ്രം വഴിയൊരുക്കാത്തതിനാൽ അതൃപ്തനായ രാമൻ പറയുന്ന വാക്കുകൾ എല്ലാവർക്കും അനുസരിക്കുവാനുള്ള സന്ദേശമാണ്. ഔദ്ധത്യമുള്ളവർ ദയ അർഹിക്കുന്നില്ല. ദുർബുദ്ധികളും ക്രൂരന്മാരും മൃദുവായ സമീപനം അർഹിക്കുന്നില്ല. പ്രകൃത്യ അഹന്തയുള്ളവർ ഉപദേശത്തിന് അർഹരല്ല. അത്യാഗ്രഹമുള്ളവർക്ക് ത്യാഗത്തിൽ നിന്നും ഗുണം ലഭിക്കില്ല. ക്രോധാവിഷ്ടരായവരോട് സമാധാനത്തിനുള്ള ഉപദേശങ്ങൾ നൽകുന്നത് വ്യർത്ഥമാകും. കാമാർത്തരായവർക്ക് ശാസ്ത്രപാഠങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. ഉപ്പുവെള്ളം കയറിയ നിലങ്ങളിൽ കൃഷി ഇറക്കാൻ പാടില്ല. മൃദുവായ അപേക്ഷകൾക്ക് വഴങ്ങാത്തവർ ദയ അർഹിക്കുന്നില്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങൾക്കും ഒരു കാരണം ഉണ്ടെന്ന സന്ദേശമാണ് നളനും നീലനും ലഭിച്ച ശാപം ഈ അവസരത്തിൽ പ്രയോജനകരമാകുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്.
അവർ സമുദ്രജലത്തിലിടുന്ന കൂറ്റൻ പാറകൾ പോലും മുങ്ങാതെ ഇട്ട സ്ഥലത്ത് തന്നെ പൊങ്ങിക്കിടക്കും. രാമനാമാങ്കിതമായ പാറക്കല്ലുകൾ ഉപയോഗിച്ച് സേതു നിർമ്മിക്കുന്നു. ഇന്നത്തെ കാലത്ത് പോലും കാണാൻ സാധിക്കാത്ത നിർമ്മാണ വൈദഗ്ധ്യമാണ് 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചത്. ഇന്നും ആ പാലം കാണാമെന്നുള്ളത് ഈശ്വര സങ്കല്പത്തിൻ്റെ മഹിമ വെളിപ്പെടുത്തുന്നു. രാമനാമ ജപത്തോടെ രാമനാമാങ്കിതമായ കല്ലുകൾ സമുദ്രത്തിൽ നിക്ഷേപിച്ചു. 5 ദിവസം കൊണ്ട് 100 യോജന നീളമുള്ള പാലത്തിൻ്റെ പണി പൂർത്തിയായി. വാനരന്മാരുടെ വിശ്വാസം, ഭക്തി, ആത്മാർത്ഥത, സേവന സന്നദ്ധത, അച്ചടക്കം ആദിയായ ഗുണങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. വലിയ കുന്നുകൾ താങ്ങി വരുമ്പോൾ അവ താഴെ വെച്ച് വിശ്രമിക്കണമെന്ന് ഒരു കൽപ്പന ശ്രീരാമൻ നൽകിയിരുന്നു. പാലം പണി കഴിഞ്ഞതിനാൽ ഹനുമാൻ വഹിച്ചുകൊണ്ടുവന്ന കുന്ന് വൃന്ദാവനത്തിലാണ് ഇറക്കി വെച്ചത്. രാമസേവനത്തിന് പങ്കെടുക്കാൻ കഴിയാതിരുന്ന കുന്നിൻ്റെ വിലാപം ഹനുമാൻ ശ്രീരാമന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ 7 പകലും 7 രാത്രികളും താൻ അതിനെ തൻ്റെ വിരലിൽ ഉയർത്തി നിൽക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ ശ്രീരാമൻ ഹനുമാനോട് പറയുന്നു. അതാണ് ഗോവർദ്ധന പർവ്വതം. അടുത്ത യുഗത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്ന ശ്രീരാമന്റെ ദിവ്യത്വം നമുക്ക് മനസ്സിലാകുന്നു. പാലത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശിവപ്രീതി നേടണമെന്നും ശിവലിംഗം പ്രതിഷ്ഠിക്കണമെന്നും വിഭീഷണൻ അപേക്ഷിച്ചതനുസരിച്ച് ശ്രീരാമൻ സമുദ്രതീരത്തിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗവും ഹനുമാൻ കൊണ്ടുവന്ന ലിംഗവും പ്രതിഷ്ഠിച്ച് യഥാവിധി പൂജകൾ നടത്തി. രാമേശ്വരലിംഗം എന്ന പ്രസിദ്ധമായ ആ ലിംഗമാണ് ഇന്നും രാമേശ്വരം എന്നറിയപ്പെടുന്ന പുണ്യഭൂവിൽ നിലനിൽക്കുന്നത്. രാമായണം ഒരു കഥയല്ല, ചരിത്ര സംഭവമാണ് എന്ന് നാം മനസ്സിലാക്കണം. രാമനാമ ജയാരവത്തോടെ വാനരസേന സമുദ്രലംഘനം ചെയ്യാനും വളരെ വേഗത്തിൽ തന്നെ ശ്രീരാമലക്ഷ്മണന്മാർ, സുഗ്രീവൻ ആദിയായവരുടെ നേതൃത്വത്തിൽ അവർ ലങ്കയുടെ പ്രധാന കവാടത്തിൽ എത്തുന്നു. ഈ ഈശ്വര കാര്യത്തിനായി സേവനം ചെയ്യുമ്പോൾ അസാധ്യമായ കാര്യവും സുസാധ്യമായി തീരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഉത്സാഹം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം എന്നീ സൽഗുണങ്ങൾ ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി പ്രയോഗിക്കുമ്പോൾ അവിടെ ഈശ്വര സാന്നിധ്യവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകും എന്നത് നിസ്തർക്കം വെളിപ്പെടുന്നു. ശ്രീരാമന്റെ കൽപ്പന അനുസരിച്ച് വാനരങ്ങൾ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നതിനായി മരങ്ങളും കല്ലുകളും കോട്ടമതിലിന് മുകളിലൂടെ നഗരത്തിലേക്ക് എറിഞ്ഞു. ശത്രുസൈന്യം സമീപത്ത് എത്തിയെന്ന വാർത്ത കേട്ട രാവണൻ തൻ്റെ 10 കണ്ഠങ്ങളും ഉപയോഗിച്ച് അലറുന്നു. 10 കണ്ഠങ്ങളിലൂടെയും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തൻ്റെ മരണം ആസന്നമാകുമെന്ന് ഒരു ശാപം രാവണന് ലഭിച്ചിരുന്നു. വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് ആപ്തവാക്യം. ശാപം ഫലിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞിട്ടും രാവണൻ ആ മുന്നറിയിപ്പ് തള്ളിക്കളയുന്നു. മരണഭയം ബാധിച്ചാൽ എത്ര വലിയ പരാക്രമിയും ഭയഭീതനാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നു. രാവണൻ നിരാലംബനായിരിക്കുന്നുവെന്ന് കണ്ട മണ്ഡോദരി അദ്ദേഹത്തോട് പുണ്യാത്മാക്കളെ എതിർക്കുന്നതുകൊണ്ട് ഈശ്വരകൃപ പോലും നഷ്ടമാകും എന്നും രാജ്യത്തെ രക്ഷിക്കുന്നതിന് സീതയെ രാമന് തിരികെ നൽകി മാപ്പ് ചോദിക്കുവാനും മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനെ തോൽപ്പിക്കാനാവില്ലെന്നും മണ്ഡോദരി ഉപദേശിക്കുന്നു. പക്ഷേ തന്നെക്കാളും ശക്തിശാലിയായ ആരുമില്ലെന്ന അഹങ്കാരത്തോടെ രാവണൻ മണ്ഡോദരിയുടെ വാക്കുകളെല്ലാം നിരാകരിച്ചിട്ട് രാജസഭയിലേക്ക് പോകുന്നു. ജരബാധയുള്ള ഒരാൾക്ക് മധുരവസ്തുക്കൾ കയ്പായി തോന്നും. അതുപോലെ അഹന്ത എന്ന വിഷജ്വരവും ദുരഭിമാനവും വലിയ ഡംഭും ഉള്ള ആളുകളെ സത് ഉപദേശം കൊണ്ട് പരിവർത്തനം ചെയ്യാൻ കഴിയില്ല എന്ന ലോകസത്യമാണ് നാം ഇവിടെ കാണുന്നത്. ഈ വാനരസേന രാക്ഷസന്മാരുടെ ആമാശയങ്ങൾക്ക് ഉരുളകൾ പോലെ നിസ്സാരമാണെന്ന് പറഞ്ഞ് യുദ്ധത്തിന് തയ്യാറാകുവാൻ രാവണൻ കൽപ്പിക്കുന്നു. പ്രഹസ്തൻ രാവണന്റെ വാദത്തെ എതിർക്കുന്നു. ഒരു വാനരൻ മാത്രം വന്ന് ലങ്ക ചുട്ടുകരിച്ചിട്ട് പോയതും കടലിൽ സേതുബന്ധിച്ച് എണ്ണിയാലൊടുങ്ങാത്ത വാനരപ്പടയോടുകൂടി സുബേല പർവ്വതത്തിൽ പാളയമടിച്ചിരിക്കുന്ന ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ലെന്നും മന്ത്രിമാരുടെ മുഖസ്തുതിയിൽ മയങ്ങരുതെന്നും പ്രഹസ്തൻ രാവണനെ ഉപദേശിക്കുന്നു. സീതാദേവിയെ ശ്രീരാമന് തിരികെ നൽകി ലങ്കയെ രക്ഷിക്കുവാൻ അദ്ദേഹം അപേക്ഷിക്കുന്നു.
മരണാസന്നനായ ഒരുവന് ഒരു ഔഷധവും പ്രയോജനം ചെയ്യുകയില്ലെന്ന് നാം മനസ്സിലാക്കുന്നു. അംഗദനെ ദൂതനയക്കുമ്പോൾ മൃദുവായും എന്നാൽ സുദൃഢമായും ജാഗ്രതയോടെയും സാമർഥ്യത്തോടെയും രാവണനെ ഉപദേശിക്കുവാൻ രാമൻ കൽപ്പിക്കുന്നു. ലോകമാതാവായ ജനകപുത്രിയെ തിരികെ നൽകുക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്ന സന്ദേശം അംഗദൻ രാവണന് നൽകുന്നു. പക്ഷേ ഒന്നുകൊണ്ടും രാവണൻ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ വാദപ്രതിവാദങ്ങൾ ഒക്കെ നിർത്തി അംഗദൻ മടങ്ങിപ്പോയി. ദുരഭിമാനിയും ഭീരുവുമായി തീർന്ന രാവണൻ ജാലവിദ്യ കൊണ്ട് നിർമ്മിച്ച ശ്രീരാമശിരസ്സും ആയുധങ്ങളുമായി സീതാദേവിയുടെ മുന്നിലെത്തുന്നു. പക്ഷേ ശ്രീരാമനെ സമീപിക്കാൻ പോലും ധൈര്യമില്ലാത്ത രാവണന്റെ ജാലവിദ്യ കൊണ്ടൊന്നും തന്നെ വഞ്ചിക്കാനാവുകയില്ലെന്ന് സീത പ്രഖ്യാപിക്കുന്നു. രാമനാമ ജയാരവം മുഴക്കിക്കൊണ്ട് വാനരസേന ലങ്കയിൽ പ്രവേശിച്ച വിവരം വിഭീഷണ പത്നിയായ സരമ സീതയെ അറിയിക്കുന്നു. ഈശ്വരനിലുള്ള വിശ്വാസത്തിൻ്റെ ഗുണങ്ങളും അവിശ്വാസത്തിൻ്റെ ദോഷങ്ങളും ഈ അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. ജയ സായിരാം.